ഹലോ ഗായ്സ്, വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേയ്സ്. നമുക്കിന്നൊരു ടെഡ്ഡി ബെയറിനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ ഈ കേക്ക്സിലൊക്കെ ഒരു ടെഡ്ഡി ബെയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടെഡ്ഡി ബെയർ നമുക്കൊന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്താലോ. ഞാൻ അതിനായിട്ട് 3 കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്രൗൺ, ഒരു സ്കിൻ കളറും പിന്നെ കുറച്ച് ബ്ലാക്കും. ഞാനിപ്പോൾ ബ്രൗണും സ്കിൻ കളറും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ നിങ്ങളത് ചെയ്യുമ്പം നേരത്തെ ആ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് വേണം ചെയ്യാൻ. കാരണം ബ്ലാക്ക് പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ കളറ് ഭയങ്കരമായിട്ടാവും, പോകാൻ കുറച്ച് പാടാണ്. ഞാനിപ്പോൾ കണ്ടില്ലേ, ആദ്യം ഒരു ബോളാക്കി ബെയറിൻ്റെ തല അതൊരു ബോൾ പോലെ ആക്കിയിട്ട് കുറച്ചൊന്ന് പരത്തി ബോൾ പോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും വലിയൊരു ബോൾ അതിൻ്റെ ബോഡിക്ക് ബോളാക്കി കുറച്ച് നീളത്തിൽ, ബോളെന്ന് പറയുന്നില്ല, കുറച്ച് നീളത്തിൽ, ബോഡിയല്ലേ, അപ്പോൾ കുറച്ച് വലുതാക്കി അതിങ്ങനെ ഉരുട്ടി അതും മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് താഴ്ഭാഗം ഇങ്ങനെ പരന്നിരിക്കണം, എന്നാലും നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ അത് സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റൂ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ബെയറിൻ്റെ കൈയും കാലുമാണ്. അതിങ്ങനെ റോൾ ചെയ്തിട്ട് രണ്ടായിട്ട് വീതിച്ചിട്ട് അത് കാലിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണം കേട്ടോ, അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് മാറ്റുമ്പം ആകെ വൃത്തികേടാവും. അപ്പം നമ്മളൊന്ന് ചെയ്തിട്ട് വെച്ച് നോക്കണം. ഞാനിപ്പോൾ ട്രയലായിട്ട് വെച്ച് നോക്കുന്നതാണ്, ശരിക്കും സ്റ്റിക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് വെച്ച് നോക്കുകയാണ്. നമ്മളിങ്ങനെ കാല് രണ്ടും അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. അതേ സെയിം മെത്തേഡ് തന്നെ കൈക്ക് യൂസ് ചെയ്യുക. റോൾ ചെയ്യുക, അത് രണ്ടായിട്ട് അതിൻ്റെ നീളത്തിനനുസരിച്ച് കുറച്ചായിട്ട് എടുക്കുക. അതിങ്ങനെ രണ്ടെണ്ണം കണ്ടില്ലേ, ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ അറ്റത്ത് ഒന്ന് വെച്ച് നോക്കുക, മേളിലായിട്ട് കൈക്ക് രണ്ടെണ്ണം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അത് ലെങ്ത്ത് കൂടുതലാണോ അല്ലയോ. കണ്ടോ, അതിനകത്ത് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അറ്റത്തൊന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വീണ്ടും വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, കറക്റ്റാണോ അല്ലയോ. ഒന്ന് ഇടയ്ക്കൊക്കെ വിട്ടു പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എടുത്ത് നോക്കുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫോണ്ടൻ മോൾഡില്ലേ, ആ മോൾഡിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ അത് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ലൈൻസ് പോലെ കൊടുക്കുകയാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ റോൾ ചെയ്യുന്ന അത്. ആ ടൂൾ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ലൈൻസ് പോലെ കൊടുക്കുക. പിന്നെ തലതയുണ്ടോ വെച്ച് നോക്കുക. എനിക്ക് ആ തല അങ്ങനെ വെച്ച് നോക്കിയപ്പം തല കുറച്ച് ചെറുതാണെന്ന് തോന്നി. അത് കാരണം ഞാൻ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട് തല. കുറച്ച് വലുതായിട്ടിരുന്നാലേ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അടുത്തതായിട്ട് ക്രീമാണ് എടുത്തേക്കുന്നത്. ക്രീമിൽ നമ്മൾ ഫേസിലൊരു റൗണ്ടായിട്ട് കൊടുക്കാനാണ് ഒരു ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് അതൊന്ന് പരത്തി എടുത്തേക്കാണ്. കണ്ടോ, പരത്തി എടുത്തിട്ട് പിന്നെ ഞാൻ സ്റ്റിക്ക് ചെയ്യുകയാണ്. സ്റ്റിക്ക് ചെയ്ത് അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് അത് സ്റ്റിക്ക് ചെയ്തേക്കാണ്. കണ്ടോ, ബെയറിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് അത് സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു ചെറിയ 2 കണ്ണ്, അതും ഈ ഫോണ്ടൻ ടൂൾ വെച്ച് തന്നെ 2 ചെറിയ കണ്ണ് കൊടുക്കുക. കണ്ണിന് ചെറിയ ഹോൾസ് ഇട്ടിട്ടേ ഉള്ളൂ, കണ്ണ് ഞാൻ വെച്ചിട്ടില്ല. ആ കണ്ണ് വയ്ക്കാനാണ് ബ്ലാക്ക് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ണും മൂക്കും വയ്ക്കാനാണ് ബ്ലാക്ക് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതിനകത്തും മറ്റേ റോൾ ചെയ്യുന്ന ഫോണ്ടൻ മോൾഡ് ഇത് വെച്ചിട്ട് ചെറിയ ഒരു ലൈൻസ് കൊടുക്കുക. ലൈൻസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, അങ്ങനെ മാറ്റി വയ്ക്കുക. പിന്നെ അടുത്തതായിട്ട് ചെവി വേണ്ടേ ബെയറിന്. ചെവിക്കായിട്ട് 2 ബോൾസ്, ചെറിയ 2 ബോൾസ് എടുക്കുക. എന്നിട്ട് ഫോണ്ടൻ്റെ വേറൊരു ടൂൾ എടുത്തിട്ട് അതിനകത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെവിയുടെ ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. മോൾഡ് കണ്ടോ, റൗണ്ടാണ് അതിൻ്റെ അറ്റം. ആ റൗണ്ട് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെവിയുടെ ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇങ്ങനെ കിട്ടും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തത് ബ്ലാക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. അതാണ് എൻ്റെ കയ്യിൽ കണ്ടോ ചെറിയൊരു ബ്ലാക്ക് കളർ കണ്ടോ. നമ്മളത് ലാസ്റ്റ് ഒരിക്കലും ചെയ്യരുത്. കാരണം ഈ കളേഴ്സൊക്കെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് മിസ്സായിപ്പോയെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പിന്നെ ബ്ലാക്ക് ചേർത്തതാണ്. പക്ഷെ അങ്ങനെയാകുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ കളറാകും, പിന്നെ ചേർക്കുന്ന ലൈറ്റ് കളേഴ്സിനൊക്കെ അത് വരും. പിന്നെ ഇത് കണ്ടോ, മൂക്കാണ് ചെറുതായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കുട്ടി പീസസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് അങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, കണ്ണിന് വേണ്ടിയിട്ട് ആ ചെറിയ 2 ബോൾസ് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. 2 എണ്ണമായിട്ട്
രണ്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് എന്താണെന്നറിയോ? ഇത് സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത് CMCയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താണ് ഉപയോഗിച്ചേക്കുന്നത്. വെള്ളം മാത്രമാണെങ്കിലും സ്റ്റിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് CMC, അതിന് അളവെന്ന് പറയാനില്ല, ശകലം CMCയും കുറച്ച് വെള്ളവും, അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാവുന്ന പരുവം അത്രയാവുമ്പോൾ തന്നെ വേണ്ട. അതിങ്ങനെ എടുത്ത് ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് അവിടെ ഒന്ന് ഇട്ടിട്ട്, പിന്നെ തല ഫിറ്റായിട്ടിരിക്കണമല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ടൂത്ത് പിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ബോഡിയിൽ ആദ്യം ഫിറ്റ് ചെയ്യുക. ബോഡിയിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ തല അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അത് പിന്നെ അനങ്ങത്തേയില്ല. CMCയുടെ ആ പേസ്റ്റും പിന്നെ ഈ ടൂത്ത് പിക്കും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ട്രാവൽ ചെയ്താലും അതഴിഞ്ഞ് പോകുന്നുള്ള പേടിയേ വേണ്ട. പിന്നെ അതുപോലെ തന്നെ ചെവിക്കകത്ത് ഇത് CMC നമ്മൾ ചെയ്തിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫിറ്റായിട്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണ്ടൻ വർക്ക്സ് കാണാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.